അർജുന് 2ാം സ്ഥാനം, ജിൻഡോ കപ്പടിച്ചു. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒഫീഷ്യൽ റിസൾട്ട് ഒക്കെ ഇപ്പം ട്രസ്റ്റബിൾ സോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. സോ നമുക്കും അവരൊക്കെയാണല്ലോ ട്രസ്റ്റബിൾ ആയിട്ട് ഇത്രയും കാലം സംഭവം പറഞ്ഞിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി അവരെ വിശ്വസിച്ച് തന്നെ ആ ഒരു റിസൾട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ജിൻഡോ, അർജുൻ, അതുപോലെ തന്നെ ജാസ്മിൻ, അഭിഷേക്, ഋഷി എന്നുള്ള രീതിയിലാണ് റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സോ എന്തായാലും റിസൾട്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അർജുൻ ഇത്രത്തോളം കഴിഞ്ഞ ആഴ്ചയിൽ ഡീഗ്രേഡിങ് വന്നതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു നിമിഷം ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സെക്കൻഡ് പൊസിഷനിലാണ് അർജുൻ ഉള്ളതെങ്കിൽ, ഈ ഒരു കിട്ടുന്ന കാര്യങ്ങളൊക്കെ ട്രസ്റ്റബിൾ സോഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ജിൻഡോയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ പോകുന്നത് അർജുനാണെന്ന് പല റിവ്യൂവേഴ്സും അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയായിരിക്കും ആ ഒരു കനത്ത ഡീഗ്രേഡിങ്. ഞാൻ തന്നെ എൻ്റെ 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിനാലെ വീക്ക് അടുത്തപ്പോൾ ഇത്രത്തോളം എന്തിനാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തിനെ ഡീഗ്രേഡ് ചെയ്തേ അല്ലെങ്കിൽ ചെയ്യപ്പെട്ടത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും അല്ലേ. ഒന്ന് വെറുതെ നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഈ ഒരു ആഴ്ച, ഈ ഒരു 1.5 ആഴ്ചയായിട്ട് അർജുനെ ചുറ്റിപ്പറ്റി യൂട്യൂബിൽ ഈ ഒരു പ്രമുഖ ആൾക്കാർ ഇട്ടു എന്നുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. സോ അവർ വിജയിച്ചു. ഒബ്വിയസ്ലി അവരവരുടെ ആ ഒരു സെക്ടറിൽ അവര് പലരും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പലരും ജെന്യുവിൻ ആയിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. അവരുടെ റിവ്യൂ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവർ ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ്. പക്ഷേ ഈ ജെന്യുവിനിറ്റി ഉള്ള ആളെ ബിഗ് ബോസിൽ ജയിക്കണം എന്ന് അവരൊരിക്കലും പറയില്ല. ജെന്യുവിനിറ്റി അല്ല ബിഗ് ബോസിന് വേണ്ടതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. അവരുടെ റിവ്യൂ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതിന് അവർ ഫാസ്റ്റ് ആയിട്ടും ജെന്യുവിൻ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം അവരുടെ ജെന്യുവിനിറ്റി കൊണ്ടാണ് അവരെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നത്. പക്ഷേ അവർ പറയുന്നത് ജെന്യുവിനിറ്റി മാത്രമല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വിൻ ചെയ്യാൻ ആവശ്യമുള്ളത്. അങ്ങനെ ഒരാൾ വിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തരത്തിലുള്ള ഡീഗ്രേഡിംഗ് ആണ്. ഓരോ PR ബോട്ടുകളാണ് ഇദ്ദേഹത്തിന് ഇടുന്ന. അയാൾ ഒന്നാമതാണ്. ഇവരുടെ മെയിൻ വീഡിയോയിൽ ഉണ്ടായിരുന്ന സംഭവമാണ് അയാൾ ഒന്നാമതാണ്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾ 2ാമതാണ്. അപ്പം ഒബ്വിയസ്ലി ആൾക്കാരൊന്ന് ഇളക്കാൻ പറ്റുമല്ലോ. സോ ഒബ്വിയസ്ലി അങ്ങനെ ഒരുപാട് കളികൾ എന്തായാലും ബിഗ് ബോസിന്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന സിജോ ഇന്നലെ പറഞ്ഞ പോലെ ബിഗ് ബോസിന്റെ ഒരു പൊളിറ്റിക്സ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. സോ എന്തായാലും അവർ വിജയിച്ചു. ജിൻഡോ കപ്പടിച്ചു. ജിൻഡോ ഒബ്വിയസ്ലി ഒരു ഗെയിമർ ആസ് എ പെർസ്പെക്റ്റീവിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ച ഒരു വ്യക്തി തന്നെയാണ് ജിൻഡോ. നല്ല ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ നമുക്കെടുക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഗെയിമിനോട് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ഉറപ്പ് ഇപ്പം നമുക്കിപ്പം ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് ഒരു ഇതുമില്ലല്ലോ. ആ ഒരു വേ ഓഫ് ഗെയിമിങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പൊതുവെ ആ ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. അത് ഓരോരുത്തരും ഓരോ ഇഷ്ടമാണല്ലോ. ഒരുപാട് പേര് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുണ്ടായി. സോ അതുകൊണ്ട് അദ്ദേഹം കപ്പടിച്ചു. ഒബ്വിയസ്ലി കൺഗ്രാറ്റുലേഷൻസ് ജിൻഡോ. ആൻഡ് നമ്മുടെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടുള്ള അർജുൻ, 2ാം സ്ഥാനത്തെത്തിയ അർജുനും കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ജാസ്മിൻ കൺഗ്രാറ്റുലേഷൻസ്. അഭിഷേക് കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഋഷി ടോപ്പ് 5 ഇവരൊക്കെ സർവൈവ് ചെയ്താണ്. 100 ദിവസം സർവൈവ് ചെയ്താണ്. ഒബ്വിയസ്ലി ഇവരെല്ലാവരും ഒരു ക്ലാപ്പ് അർഹിക്കുന്നവരും കൂടിയാണ്. സോ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാമത്തായിരിക്കും. ബൈ ഗൈസ്.